ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രേക്ഷകരെയും മത്സരാർത്ഥികളെയും സംബന്ധിച്ച് ആവശ്യകരമായ ദിവസമാണ് ഇന്ന്. ഷോ ആരംഭിച്ച് ഒരു മാസം പിന്നിടാൻ തുടങ്ങുമ്പോൾ ഒരു കൂട്ടം വൈൽഡ് കാർഡ് എൻട്രികളെ ഹൗസിലേക്ക് കടത്തിവിട്ടിരിക്കുകയാണ് ബിഗ് ബോസ്. 5 വൈൽഡ് കാർഡുകളാണ് ഇന്ന് ഹൗസിലെത്തിയത്. അതിലൊരാൾ കോമണറാണ്. അനീഷിന് ശേഷം ഈ സീസണിൽ മത്സരിക്കാൻ എത്തുന്ന രണ്ടാമത്തെ കോമണറാണ് അത്. ദി മാർക്കറ്റിംഗ് മല്ലു എന്ന ഇൻസ്റ്റഗ്രാം ഐഡിയിൽ വീഡിയോ കോൾ ചെയ്യുന്ന പ്രവീൺ പി ആണ് വൈൽഡ് കാർഡായി എത്തിയിരിക്കുന്ന മത്സരാർത്ഥി. സാമ്പത്തികവും തൊഴിൽപരവുമായ ഉള്ളടക്കങ്ങളടക്കം മനുഷ്യർക്ക് നിത്യജീവിതത്തിൽ അറിയേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ളതാണ് പ്രവീണിന്റെ വീഡിയോകൾ. ഇൻസ്റ്റഗ്രാമിൽ ഇദ്ദേഹത്തിന് 3.5 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ആണ് ഉള്ളത്. അതേസമയം യൂട്യൂബിൽ 5800-ലധികം സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത്. അധികം പ്രശസ്തനല്ലാത്തതിനാൽ തന്നെ ഹൗസിൽ നിലവിലുള്ള മത്സരാർത്ഥികളിൽ പ്രവീണിനെ അറിയുന്നവർ ചുരുങ്ങും. 4 ആഴ്ച ഗെയിം കണ്ടിട്ട് വരുന്നു എന്നതാണ് പ്രവീണിനും മറ്റ് 4 വൈൽഡ് കാർഡുകൾക്കുമുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പുറത്തുനിന്ന് കണ്ടതനുസരിച്ച് തയ്യാറാക്കിയ പ്ലാനിങ്ങുമായി ആയിരിക്കും എല്ലാവരും ഹൗസിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ ഹൗസിലേക്ക് എത്തി മുന്നോട്ട് പോകുമ്പോൾ അത്തരം പ്ലാനിങ്ങിനൊപ്പം അധികം ദിവസം ആയുസ് ഉണ്ടാവാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. 4 ആഴ്ചകൾ വെല്ലുവിളികളെയും വോട്ടിങ്ങിനെയും അതിജീവിച്ചു നിന്ന മത്സരാർത്ഥികളുടെ ആത്മവിശ്വാസം വലുതായിരിക്കും. അവരോടാണ് ഇന്ന് മുതൽ മത്സരിക്കേണ്ടതെന്ന് വൈൽഡ് കാർഡുകൾക്ക് മുന്നിലുള്ള വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിയെ ആരൊക്കെ അതിജീവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. സീസൺ 7 ലോഞ്ച് എപ്പിസോഡിൽ 19 മത്സരാർത്ഥികളെയാണ് മോഹൻലാൽ പരിചയപ്പെടുത്തിയത്. ആ സമയം ആദിലയും നൂറയും ഒറ്റ മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ 2 മത്സരാർത്ഥികളാണ്. 4 പേർ എവിക്ഷനിലൂടെ പുറത്തായി. വൈൽഡ് കാർഡുകൾ കൂടി എത്തിയതോടെ ഹൗസിൽ നിലവിൽ 21 മത്സരാർത്ഥികളാണ് ഉള്ളത്. ഇതുപോലുള്ള കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.